നേരത്തെ ക്ലാസ് കട്ടായതാണ് കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു ടി ഐ പ്ലസ് ജെ പ്ലസ് കൊസീക് ടി ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഓരോന്നിൻ്റെയും ലിമിറ്റ് ടി ഈക്വൽ ടു 0 കണ്ടുപിടിക്കണം. ഇ റേസ് ടു ടിയുടെ ലിമിറ്റ് ടി ഈക്വൽ ടു 0 എന്തായിരിക്കും? 1 ആയിരിക്കും. ജെയുടെ കമ്പോണൻറ്റ് 1 അല്ലേ. സോ ടി 0 പോയാൽ 1 എങ്ങോട്ട് പോവാം? 1 തന്നെ പോവാം. പക്ഷേ കൊസീക് ടി നോക്കിയേ, കൊസീക് ടി എന്ന് പറഞ്ഞാൽ 1/sin ടി ആണ്. ടി ഈക്വൽ ടു 0 കൊടുത്താൽ ഡിനോമിനേറ്റർ എന്താവും? 0 ആവും. സോ ഡിനോമിനേറ്റർ 0 ആകുമ്പോൾ എന്ത് എക്സിസ്റ്റ് ചെയ്യില്ല? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. സോ ആ ഫംഗ്ഷൻ, അതായത് കൊസീക് ടിക്ക് എന്തുണ്ടാവില്ല? ടി ഈക്വൽ ടു 0 എന്തുണ്ടാവില്ല? ലിമിറ്റ് ഉണ്ടാവില്ല. സോ ആ ഫംഗ്ഷൻ, അതായത് ഈ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താവില്ല? കണ്ടിന്യൂസ് ആവില്ല. നേരെ തിരിച്ച് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ടി സ്ക്വയർ ഐ പ്ലസ് കോസ് ടി ബൈ ടി ജെ പ്ലസ് ടി കെ ആണ്. സോ ഇതും ടി സ്ക്വയറിൻ്റെ ലിമിറ്റ് ടി ഈക്വൽ ടു 0 എന്താ വരിക? 0 തന്നെയാണ് വരിക. പക്ഷേ കോസ് ടി ബൈ ടി എന്ന് പറയുന്നൊരു ടേം അതിൽ കണ്ടോ? ഡിനോമിനേറ്റർ എന്ത് വരും? 0 വരും. സോ എന്തില്ല? അതിനെന്തില്ല? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കേസാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഒരു വെക്ടർ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതും ഓൾറെഡി ആർ ഓഫ് 0, അതായത് ടിക്ക് 0 കൊടുത്താൽ വെക്ടറും കണ്ടുപിടിക്കുക. അത് രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ എന്താവില്ല? കണ്ടിന്യൂസ് ആവില്ല. അങ്ങനെയാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡെറിവേറ്റീവാണ്. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന് ഡെറിവേറ്റീവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് നിങ്ങൾ ഈ ഫോമുല ഒന്ന് എഴുതി വെക്കണം, 3.4. പക്ഷെ ഫോമുല വെച്ചിട്ടൊന്നുമല്ല നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇവിടെ കണ്ടോ, ആർ ഓഫ് ടി എന്ന് പറയുന്ന എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് ഡാഷ് ടി വൈ ഡാഷ് ടി സെഡ് ഡാഷ് ടി ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ആർ ഓഫ് ടി ഉണ്ടോ, ലോഗ് ടി ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി. ലോഗ് ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/t വരും. ഇ റേസ് ടു മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് ഇ റേസ് ടു മൈനസ് ടി വരും. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് ടി വരും. ജസ്റ്റ് ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടിട്ട് വെക്ടറാക്കി എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത നോക്കിയേ, ടി ഇൻറ്റു ഇ റേസ് ടു ടി ഐ പ്ലസ് ടി ക്യൂബ് ജെ പ്ലസ് കോസ് 2t k. ടി ഇൻറ്റു ഇ റേസ് ടു ടിയുടെ ഡെറിവേറ്റീവ് ടി പ്ലസ് 1 ഇൻറ്റു ഇ റേസ് ടു ടി വരും. ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3t² വരും. കോസ് 2tയുടെ ഡെറിവേറ്റീവ് -2 sin 2t വരും. സോ ജസ്റ്റ് ഡെറിവേറ്റീവ് കാണാം ഓരോന്നിൻ്റെയും, ഓരോ കമ്പോണൻറ്റിൻ്റെയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡെറിവേറ്റീവ് ആണ്. അതിൽ 2 ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് ചോദിക്കാറ്. ഒന്ന് ഫൈൻഡ് ദ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ, അതായത് യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ കാണാനുള്ളൊരു ക്വസ്റ്റ്യനും രണ്ടാമത്തത് ആംഗിൾ കാണാനുള്ളൊരു ക്വസ്റ്റ്യനാണ്. യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ കാണാനുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾക്കൊരു പോയിൻറ്റും തരും, ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടിയും തരും. അപ്പോൾ ഇവിടെ തന്നെ ആർ ഓഫ് ടി എന്ന് പറയുന്നത് ടി സ്ക്വയർ ഐ പ്ലസ് 2t ക്യൂബ് ജെ പ്ലസ് 3tk ആണ്. വെക്ടർ തന്നിരിക്കുന്നത് 1 2 3 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ആർ ഓഫ് ടിയിൽ ടിക്ക് എന്ത് വാല്യൂ കൊടുത്താലാണ് ഈ 1 വരിക, 2 വരിക, 3 വരിക നോക്കുക. ആദ്യത്തെ കമ്പോണൻറ്റ് ടി സ്ക്വയർ അല്ലേ. ടി സ്ക്വയർ 1 ആവണമെന്നുണ്ടെങ്കിൽ ടിക്ക് എന്ത് കൊടുക്കണം? +ഓ -1 കൊടുക്കണം. 2t ക്യൂബ് 1 ആവണമെന്നുണ്ടെങ്കിൽ ടി എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. സോ ടി ഈക്വൽ ടു 1 കൊടുക്കുമ്പോഴാണ്, അതായത് ആർ ഓഫ് ടിയിൽ ടിക്ക് 1 കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? ഈ 1 2 3 എന്ന് പറയുന്ന വെക്ടർ കിട്ടുന്നത്. അപ്പോൾ ടിയുടെ വാല്യൂ ആണ് ആദ്യം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറാണ്. സോ ആദ്യം നമ്മൾ ടാൻജൻറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. ഏതൊരു വെക്ടറിൻ്റെയും ടാൻജൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേറ്റീവാണ്. സോ ആർ ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? 2ti + 6t² j + 3k ആണ് വരിക. ഇനി ടി ഈക്വൽ ടു 1, പോയിൻ്റ് പറഞ്ഞല്ലോ 1 2 3 ആണെന്ന്. സോ ടി ഈക്വൽ ടു 1ൽ ആർ ഡാഷ് ടി എന്താ വരിക? സോ ആർ ഡാഷ് 1 എന്ന് പറയുന്നത്, അതായത് ടിക്ക് 1 കൊടുക്കുക, 2i + 6j + 3k വരിക. ഇനി ഇതിൻ്റെ യൂണിറ്റ് വെക്ടറാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഏതൊരു വെക്ടറിൻ്റെയും യൂണിറ്റ് വെക്ടർ കാണാൻ പറഞ്ഞാൽ ആ വെക്ടർ ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ് ആണ്. സോ ആർ ഡാഷ് 1 ഡിവൈഡ് ബൈ അതിൻ്റെ മോഡുലസ്. സോ 2i + 6j + 3k ഡിവൈഡ് ബൈ 7 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ആ ടൈപ്പ് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് ആംഗിൾ കാണാനുള്ള. ആംഗിൾ കാണുമ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത് ഇവിടെ ഡയറക്റ്റ് ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ കുഴപ്പമില്ല. ടിയുടെ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആർ ഓഫ് ടി ആ പോയിൻ്റ് ആവുന്ന ടി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ. പക്ഷെ ഇവിടെ ഡയറക്റ്റ് ടി തന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ടിക്ക് തരികയാണെങ്കിൽ 2 വാല്യൂ തരും കേട്ടോ. കാരണം നമുക്ക് 2 വെക്ടേഴ്സിൻ്റെ ഇടയ്ക്കുള്ള കോണല്ലേ കാണേണ്ടി വരിക. സോ ഇവിടെ ഒരു എയും ഉണ്ടാവും, ഒരു ബിയും ഉണ്ടാവും. സോ തന്നിരിക്കുന്ന
ആർ ഓഫ് ടി നമ്മളൊന്ന് എടുത്ത് എഴുതി 5t² i + tj + 3 - t³ k എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, r' കാൽക്കുലേറ്റ് ചെയ്യണം. ആംഗിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് a.b/mod a ആണ്. cos θ = a.b/mod a (b). സോ ഒരു എയും ബിയും വേണം. എ എന്ന് പറയുന്നത് r' കണ്ടതിന് ശേഷം ടിക്ക് 1 - 1 അല്ലേ. സോ ടിക്ക് 1 കൊടുക്കുമ്പോൾ r'1 അതിനെ എ ആയിട്ട് എടുക്കുക. ബി എന്ന് പറയുന്നത് r' - 1 ആയിരിക്കും. ഇനി അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ -9 ഓരോന്നിൻ്റെയും മോഡുലസ്. സോ 11 കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ പറയുന്ന റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കോൺസ്റ്റൻറ്റ് ഡെറിവേറ്റീവ് 0, സം k × r ഓഫ് ടി ആണെങ്കിൽ k ഔട്ട്സൈഡ് എടുത്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 2 വെക്ടർ വാല്യൂ ഫംഗ്ഷന് സമ്മിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷം എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അങ്ങനത്തെ കുറച്ച് റിസൾട്ടുകളാണ് പറയുന്നത്. ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് എടുക്കാനുള്ള ഗ്രേഡിയൻറ്റും ഡയറക്ഷൻ ഡെറിവേറ്റീവും ആണ്. അത് നാളെ എടുക്കാം, നാളത്തെ ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.